ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സഹായിക്കാൻ തയ്യാറാണ്, ഏത് തരത്തിലായാലും. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം മുഴുവൻ നമ്മളെ സഹായിക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടേതായ ചില പിടിവാശികൾ കൊണ്ട്, ഞാനല്ലെങ്കിൽ വേറെ ആരും ചെയ്യേണ്ട എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ പോകുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ ശരിയാണെന്നാണ് നിങ്ങൾ കണ്ടെത്തിയാലും ആ ശരി അനുവദിച്ചു തരാൻ ഇനി ഭരണസമിതി തയ്യാറാകുന്നില്ല എന്ന് വളരെ മനോഹരമായി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വിളിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടാവും, നോക്കാം. പ്രതിസന്ധികൾ വരട്ടെ, പ്രതിസന്ധികൾ നമുക്ക് അത് തരണം ചെയ്യാമേ. പ്രതിസന്ധികൾ വരുമ്പോഴേക്കും നമുക്ക് തരണം ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. ചിലപ്പോൾ റോഡ് ടാർ ചെയ്യാനായിട്ട് 6 മാസം താമസിക്കും, അല്ലെങ്കിൽ 1 വർഷം താമസിക്കും. ഇവിടെ 10-15 വർഷം താമസിച്ചിട്ട് എല്ലാ കുറ്റപ്പെടുത്തലും കേട്ടുകൊണ്ടിരിക്കുന്ന കൗൺസിലർമാർക്ക് ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ എന്തെങ്കിലും പ്രതിസന്ധി വരണമെങ്കിൽ അത് തരണം ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറയുന്നത് ശുദ്ധമായി ഒഴുകണം. കോൺട്രാക്ടർമാരുടെ മേഖലയിലേക്ക് ഞങ്ങൾ കുറച്ച് കോൺട്രാക്ടർമാർ ഇവിടെ ഉണ്ട്, ഇവിടേക്ക് ആരും കടന്നു വരണ്ട എന്നുള്ള അഭിപ്രായമാണ് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാലം ആർക്കു വേണ്ടി മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ കാലം തന്നെ നമ്മളെയൊക്കെ തന്നെ മാറ്റിമറിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരട്ടെ, പ്രവൃത്തി ചെയ്യാൻ തയ്യാറുള്ള ആര് വരെ. ഞങ്ങളൊരു 5-6 പേർ മാത്രം കോർപ്പറേഷനിൽ വന്ന് സെക്ഷനിലേക്ക് കണ്ട് ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ട് ഞങ്ങൾ 2-3 പേര് കൂടി അതങ്ങ് നടത്തിക്കൊണ്ട് പോകാന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടത്താൻ വേണ്ടി വിട്ടുതരാൻ വേണ്ടി അല്ല ജനങ്ങൾ ജയിപ്പിച്ചിട്ടുള്ളത്. പിന്നെ കോൺട്രാക്ടർമാർ ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാർ ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇത് ഏത് ലോകത്താണ്? ഇത് വെള്ളരിക്കപ്പെട്ടനാണോ? ജനങ്ങൾ നാട് ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കണം നാട് ഭരിക്കുന്നത്. എവിടെയെങ്കിലും അങ്ങനെ കോൺട്രാക്ടർമാരോ ഉദ്യോഗസ്ഥന്മാരോ നയിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സിസ്റ്റം അവസാനിച്ചിരിക്കുന്നതാണ് പറയാനുള്ളത്. രാഷ്ട്രീയ നേതാക്കന്മാരെ ജനങ്ങൾ ജയിപ്പിക്കുന്നത് നാട് ഭരിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല ഞാൻ വസ്തുതയാണ് സംസാരിക്കുന്നത്. ഇന്ന ഉദ്യോഗസ്ഥനെ ഇന്നടത്ത് വെച്ച് തരണം എന്ന് കോൺട്രാക്ടർമാർ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഒരു ബിൽഡർ വന്നിട്ട് ഇന്ന ഉദ്യോഗസ്ഥനെ ഇന്ന AEC ഇന്നടത്ത് വെച്ചേരണമെന്ന് മേയറോട് ആവശ്യപ്പെടാൻ കണക്കിലുള്ള ധൈര്യത്തിലേക്ക് നമ്മളെ സിസ്റ്റം അധപ്പതിച്ചിരിക്കുന്നുവെങ്കിൽ ആ സിസ്റ്റത്തെ അടിമുറി മാറ്റിമറിക്കണം. അങ്ങനെയൊന്നും ഒരു സിസ്റ്റം വിട്ടുകൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ കോൺട്രാക്ടർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്രണ്ടിങ് എഞ്ചിനീയർ ബഹുമാനപ്പെട്ട അദ്ദേഹം ഉണ്ടായിരുന്നാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്, അതിന് ശേഷം നടന്ന എഞ്ചിനീയറിംഗ് സെക്ഷനിലെ മീറ്റിംഗ് ആണെന്ന് അറിയില്ല. ചില ക്ലർക്കുമാർക്ക് സ്ഥിരമായിട്ട് ക്ലർക്കിൽ മിസ്റ്റേക്ക് വരും. കോൺട്രാക്ടർമാർ ബില്ല് കൊണ്ടു കൊടുക്കുമ്പോഴേക്കും ഒരു നമ്പർ മാറിപ്പോ അക്കൗണ്ടിന്റെ. ഇതെങ്ങനെയാണ്? ഞാൻ SCയോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? എല്ലാവർക്കും അല്ല, ചില ക്ലർക്കന്മാർക്ക് കോൺട്രാക്ടർമാർ ബില്ലോ അവരുടെ ഡോക്യുമെന്റ്സ് കൊണ്ടു കൊടുക്കുമ്പോൾ ഒന്നേ മാറുള്ളൂ. അപ്പൊ ഒരുപാട് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പൊ 1 മാറി, 1 ഇട്ടത് 9 ആയിപ്പോയി, ഇല്ലെങ്കിൽ 8 ഇട്ടത് 0 ആയിപ്പോയി, അല്ലെങ്കിൽ 0 ഇട്ടത് 8 ആയിപ്പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കറിയാം ഇതവിടെ പോകുമ്പോൾ അവന്റെ ജന്മത്ത് പാസ്സാവുകയില്ല. അത് പിന്നെ പോയി എല്ലാ നൂലാമാലകളും കഴിഞ്ഞ് എല്ലാ ടേബിളിലും ഉള്ള മാമൂല കഴിഞ്ഞ് തിരിച്ചെന്റെ അടുത്ത് തന്നെ വരും. ഞാൻ ഒരു കാര്യം പറയാം, അത്തരത്തിൽ കോൺട്രാക്ടർമാരെ വട്ടം ചുറ്റിക്കാൻ വേണ്ടി ക്ലർക്കൽ മിസ്റ്റേക്ക് വരുത്തുന്ന ക്ലർക്കുമാരോട് ഞാൻ പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ കസേരയിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല എന്ന് ഒരാശങ്കയ്ക്കും ഇടവരുത്താതെ വിധം മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അവര് ടാറും സിമന്റും മെറ്റലും കൊണ്ട് കഷ്ടപ്പെട്ട് രാത്രി മുതൽ പകലൂടെ ഇത്രയും ജോലിക്കാരെ സംഘടിപ്പിച്ച് ജോലിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമയബന്ധിതമായി തന്നെ ഈ പേപ്പറുകളൊക്കെ പാസ്സായി കൊടുക്കണം. ഒരു ആശങ്കയും വേണ്ട, എല്ലാവരും പറയണ്ട. ഞങ്ങളുടെ ഈ ഇരിക്കുന്ന കോൺട്രാക്ടർമാരും ഇവിടെയുള്ള ബിൽഡർമാരും ഇവിടെയുള്ള എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെ കുറിച്ച്, മേയറിന്റെ സ്വഭാവത്തെ കുറിച്ച്, കൗൺസിലർമാരുടെ ഇടപെടലിനെ കുറിച്ച്, മേയറുടെ ഇടപെടലിനെ കുറിച്ച്, ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലിനെ കുറിച്ച് ഒക്കെ തന്നെ പല തരത്തിലുള്ള പൂച്ച പാലുടിക്കുമ്പോൾ പൂച്ച അറിയില്ലെന്ന്, പൂച്ച നോക്കുമ്പോൾ ആരും അറിയുന്നില്ല, എല്ലാം അറിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ സമൂഹത്തിൽ ഇടപെടുന്നതും ഞാൻ ബിസിനസ്സുകാരോട് ഇടപെടുന്നതും ഒക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന സ്വകാര്യ ചർച്ചകളെല്ലാം പറയുന്നുണ്ട്. 30-35 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എനിക്ക് ഏറെക്കുറെ എല്ലാ വിവരവും കിട്ടുന്നുണ്ട്. ചില ട്രാൻസ്ഫറുകളും ചില അങ്ങോട്ടും ഇവിടെ സീറ്റ് മാറ്റിയൊക്കെ തന്നെ ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഒന്നും അറിയാതെ മിണ്ടാതെ നമ്മളവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റിയത് ഒരു സീറ്റ് മാറ്റി 3 സീറ്റ് മാറ്റിയപ്പോഴേ അയാൾ അദ്ദേഹം ഹാപ്പി ആയിരുന്നു. ആ 3 സീറ്റിലും ഇരുത്തിയപ്പോഴേക്കും എനിക്ക് സഹിയായിട്ട് വൈകുന്നേരം ഒരു കല്യാണ സ്ഥലത്ത് പോകാൻ വയ്യ, ഒരു പാലാച്ച സ്ഥലത്ത് പോകാൻ വയ്യ, മേയർ എന്നുള്ള നിലയ്ക്ക് 4ാമത് അങ്ങനെ നമ്മൾ സീറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറ്റിയപ്പോഴേക്കും നിറഞ്ഞ കണ്ണുകളോടെ മേയറുടെ മുറിയിലേക്ക് വന്നു. മറ്റേ 3 സീറ്റിലും കുഴപ്പമില്ലായിരുന്നു, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല.